സീസണിൻ്റെ പുതിയ മോഡൽ റീലാണ്. വോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ റീലാണ്. ഇത് വലിയ റേറ്റില്ല കേട്ടോ. ഇത് 2000 രൂപയ്ക്ക് താഴെ വരുന്ന ഹായ് ഫ്രണ്ട്സ്, അച്ചോസ് ടാക്കിൾസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സീസറിൻ്റെ A to Z ഐറ്റംസ്, റോഡ്, റീല്, ലൈന് അങ്ങനെ വരുന്ന A to Z ഐറ്റംസ് ഉള്ള ഒരു വീഡിയോ ആണ്. മാക്സിമം കാണുക. സീസണിൻ്റെ ഏതൊക്കെ സാധനങ്ങളാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പം നിലവിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ബോക്സുകൾ ഇതെല്ലാം സീസണിൻ്റെ ഐറ്റംസ് ആണ്. അപ്പോൾ നോക്കാം എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് റോഡ് നമുക്ക് പൊട്ടിക്കാം. റോഡ് ഏതൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. റോഡ് നോക്കാൻ വേണ്ടി തുറന്നപ്പോൾ നമ്മൾ ആദ്യമേ കാണുന്ന ഫ്രോഗാണ് ഗൈസ്. നമുക്ക് ഫസ്റ്റ് ബോക്സ് പൊട്ടിച്ചപ്പോൾ തൊണ്ടയിൽ കിച്ച് ഫസ്റ്റ് ബോക്സ് പൊട്ടിച്ചപ്പോൾ നമുക്കിതിൻ്റെ സുക്കി മോഡൽ ഫ്രോഗ് ഉണ്ടല്ലോ. സുക്കി മോഡൽ ഫ്രോഗുകൾ കുറേ വന്നിട്ടുണ്ട്. അത് ഗ്രീൻ വന്നിട്ടുണ്ട്, ബ്ലാക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ ഫ്രോഗുകൾ സുക്കി മോഡൽ വന്നിട്ടുണ്ട്. എല്ലാം അതിൻ്റെ ഈ ടൈപ്പാണ് ഉണ്ടോ, ഈ ടൈപ്പ് ഫ്രോഗുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം താഴത്തായിട്ട് വെക്കാം. പിന്നെ വന്നേക്കുന്നത് നോവയുടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഇതോ, ഇതൊക്കെ ചെറിയ റേറ്റിന് കൊടുക്കാൻ പറ്റിയ ഫ്രോഗുകളാണ്. അപ്പോൾ അതിനകത്തെ ഒരു 3-4 കളറ് ഫ്രോഗ് അത് വന്നിട്ടുണ്ട്. ഒരു 3 കളർ വന്നിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതെല്ലാം കുറഞ്ഞ ഫ്രോഗുകളാണ്, ആക്രി ഫ്രോഗുകളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ റേറ്റിന് ബിഗിനേഴ്സ് പോകുമ്പോഴേക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഫ്രോഗുകളാണ്. ഇത് വാരി ഇതൊക്കെ എല്ലാം കൂടെ വാരി ഇടുമ്പോഴത്തേക്ക് ഇവിടെ നിറയും. ഇനിയും ഫ്രോഗുണ്ട്. അതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്. ഇത്രയും വന്നപ്പോൾ ഫ്രോഗിൻ്റെ കളക്ഷൻസ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. പിന്നെ സീസണിൻ്റെ ബ്രൈഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 2 മോഡൽ ബ്രൈഡ്. ഈ ബോക്സിനകത്ത് ഇത്രയും ബ്രൈഡാണ് കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെ ബ്രൈഡ് വേറെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇതിപ്പോൾ സീസറിൻ്റെ ബ്ലാക്ക് സ്പൈഡർ എന്ന് പറയുന്നൊരു ബ്രൈഡും സീസറിൻ്റെ ഇതേതായിരുന്നു 8Xൻ്റെ നോർമൽ ഒരു സൂപ്പർ പവർ ബ്രൈഡും കൂടാൻ വന്നേക്കുന്നത്. ഈ 2 മോഡൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബോക്സിനകത്തുണ്ട്. അപ്പോൾ ബ്രൈഡുകൾ ഒന്ന് പെറുക്കി മാറ്റിട്ട് ഇത് മിക്കവാറും വീഡിയോ നമ്മൾ ഒരു 2 ബോക്സ് പൊട്ടിക്കുമ്പോൾ നല്ല ലെങ്തി പോകും. അപ്പം ആദ്യമേ നമുക്ക് റോഡുകൾ നോക്കാം. ആക്ച്വലി ഇതിനകത്ത് റീലും വന്നിട്ടുണ്ട്. ഞാനിത് റോഡ് മാത്രമാണ് എന്നുള്ളൊരു പ്രതീക്ഷയിൽ എടുക്കാം. ഇതിപ്പം വന്നേക്കുന്ന രീതിയിലാണ് 2 ടിപ്പ് വരുന്ന ഒരു റോഡാണ് നമുക്ക് വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഇതിൻ്റെ റോഡാണ്, ഹണ്ടിങ് ബ്ലാക്കിൻ്റെ റോഡാണ്. അതിപ്പം വരുന്നത് 2 ടിപ്പാണ് കേട്ടോ. നേരത്തേത് സിംഗിൾ ടിപ്പിൽ നമുക്ക് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഇപ്പോഴും നിലവിൽ സിംഗിൾ ടിപ്പിൽ വരുന്ന റോഡ് ഇരിപ്പുണ്ട്. ഇതിപ്പോൾ 2 ടിപ്പ് വരുന്ന ഹണ്ടിങ് ബ്ലാക്കിൻ്റെ റോഡാണ്. ആക്ച്വലി ഇതിൻ്റെ MRP എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ വീഡിയോയ്ക്കകത്ത് പൊതുവെ MRP അങ്ങനെ പറയാത്ത കാര്യം, നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നതൊന്നുമല്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഷോപ്പിലും അവർക്ക് കൊറിയർ ചാർജൊക്കെ വെച്ചിട്ട് വരുമ്പം ചിലർ കൂട്ടിയും ചിലർ കുറച്ചുമൊക്കെ കൊടുക്കും. നമ്മളിപ്പോൾ വെറുതെ ഒരു MRP ഡീറ്റെയിൽസ് വെച്ചിട്ട് പറയുന്നില്ല. കാരണം ഇത് കേരളത്തിൽ അപ്ഡേഷനുള്ള ഐറ്റംസ് അല്ല, ഇതെല്ലാം ഫ്രം നോർത്താണ്. അപ്പോൾ അതുകൊണ്ട് ഹണ്ടിങ് ബ്ലാക്കിൻ്റെ കുറച്ച് റോഡുകൾ വന്നിട്ടുണ്ട്. അത് 1, 2, 3 അത് കുറേ ഉണ്ട്. 10-15 റോഡുണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് 10 റോഡ്
ഹണ്ടിങ് ബ്ലാക്കിൻ്റെ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ കുറച്ച് ഷോകളാട്ടോ. ഇനിയാണ് സീസറിൻ്റെ റീലുകൾ. ഇത് M500 സീസറിൻ്റെ M500 റീലാണ് വേണ്ടത്. ഇത് തൊട്ട് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് വരെ നമ്മുടെ കയ്യിൽ നിലവിലുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ടോപ്പ് വേരിയൻ്റ് ഏതാണോ അതുവരെ നിലവിൽ ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് M500, ഇത് M800, പിന്നെ ഇത് കാസ്റ്റ് എക്സ് Z. ഇതിനകത്ത് അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് ഇപ്പം കാസ്റ്റ് എക്സ്, M500, M800 ഇത്രയും സാധനമാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത ബോക്സ് പൊട്ടിച്ച് നോക്കാം. കാരണം ഇപ്പം ഇത് എല്ലാം കൂടെ നമ്മളിപ്പം തുറന്ന് കാണിക്കുന്നില്ല. അത് ഞാൻ തുറന്ന് കാണിക്കുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ സീസറിൻ്റെ റീലുകൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന ഇത് കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ ആ വീഡിയോയ്ക്കകത്ത് ഇല്ലാതിരുന്ന ഒരേ ഒരു മോഡൽ തന്നെ ഇതാണ്. പിന്നെ സീസറിൻ്റെ ഒരു പുതിയ മോഡൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് സീസറിൻ്റെ കാസ്റ്റ് എക്സ്. ഇനി കാസ്റ്റ് എക്സ് Z കാണിച്ചു തരാം. ഇത് സീസറിൻ്റെ കാസ്റ്റ് എക്സ് Z. രണ്ടും തമ്മിൽ ചില്ലറ ഡിഫറൻസേ ഉള്ളൂ. വേണ്ടേ, കാസ്റ്റ് എക്സും കാസ്റ്റ് എക്സ് Z ഇതാണ്. ഇത് രണ്ടും ചെറിയ വ്യത്യാസങ്ങൾ, ടെൻഷൻ നോബിൽ ഇതിൻ്റെ കളർ വ്യത്യാസങ്ങളും ചില്ലറ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് രണ്ടും കൂടെ. അപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് പെറുക്കി മാറ്റിയിട്ട് അടുത്ത ബോക്സ് നമുക്ക് പൊട്ടിക്കാം. സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ബോക്സ് ഇതാണ്. നമ്മൾ ആദ്യത്തെ ബോക്സിനകത്ത് ഒരു റോഡ് വന്നത് മിസ്സായിട്ട് കാണിക്കാൻ, അത് ഇതിനകത്ത് കാണിക്കാൻ. അപ്പം അടുത്ത ബാച്ച് സാധനം തല എവിടെ? അടുത്ത ബാച്ച് സാധനം നമ്മളങ്ങനെ പൊട്ടിച്ചു. ഇതിനകത്ത് സീസറിൻ്റെ റോഡുകളുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ വന്നത് സീസറിൻ്റെ ആണെന്ന് പൊട്ടിച്ചത് ഹണ്ടിങ് ബ്ലാക്ക് ആയിരുന്നു. സീസറിൻ്റെ റോഡ് കാസ്റ്റ് എക്സ് 1980 2000 ചില്ലറ കണ്ട റേറ്റ്. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, നിലവിൽ കേരളത്തിലുള്ള ഒരുപാട് ഷോപ്പിൽ സാധനം വന്നിട്ടുണ്ട്. 1950 2050 കണ്ട റേറ്റ് വരുന്ന റോഡുകൾ കാസ്റ്റ് എക്സിൻ്റെ റീല് നമ്മുടെ കയ്യിലുണ്ട്. കാസ്റ്റ് എക്സിൻ്റെ റോഡ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കുഴപ്പമില്ല കേട്ടോ, ലൈറ്റ് റോഡാണ്, നല്ല റോഡാണ്. ഇതിൻ്റെ 6.6ഉം 7ഉം നമുക്ക് വന്നിട്ടുണ്ട്. ഒരു 2400-2500 രൂപയ്ക്കുള്ള മുതലുണ്ട്. അത് പക്ഷേ ഒരു 2000 രൂപ ബിലോ 2000 കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 6.6ലും 7ലും വേണ്ട വന്ന് കിടക്കുന്ന സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതിനി നമുക്കൊന്ന് നോക്കട്ടെ എത്ര ഉണ്ടെന്ന് ഉള്ളത് കറക്റ്റ് അറിയത്തില്ല. അതിൻ്റെ 1 2 3 4 അത്യാവശ്യത്തിൽ കൂടുതൽ സാധനം നമുക്ക് കാസ്റ്റ് എക്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ലോഡുണ്ട്. അപ്പം അതങ്ങോട്ട് നിൽക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു റോഡ് 100 എന്ന് പറയുന്ന ഒരു സ്പിന്നിങ് റോഡാണ് കേട്ടോ. ഇത് 8 ഫീറ്റിൽ വരുന്ന ഒരു സ്പിന്നിങ് റോഡാണ്. പവർ റോഡ്, നല്ല അടിപൊളി സാധനം. ഇതിൻ്റെ കേഗേഡൊക്കെ കാണാം, നല്ല അടിപൊളി കേഗേഡൊക്കെ വരുന്ന നല്ല അടിപൊളി റോഡ്. ലൈറ്റ് വെയിറ്റ് സാധനം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ സാധനം കേട്ടോ. വാഹപരിപാടിക്കൊക്കെ നല്ല അടിപൊളി റോഡാണ്. സാധനം വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നുമില്ല, 1-2 പീസ് നമ്മുടെ കയ്യിലുള്ള കേട്ടോ. ചുമ്മാ വെറുതെ തരേണ്ട ആവശ്യമില്ല, 1-2 പീസ് നമ്മുടെ കയ്യിലുണ്ട്. റേറ്റിന് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് നമ്മളിപ്പം ആ റോഡ് കഴിഞ്ഞ ബോക്സിനകത്ത് വന്നതാണ്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഡൈവേയുടെ ക്രോസ് വയർ. ഡൈവേയുടെ ക്രോസ് വയർ ഒരു 5 പീസ് ഉള്ളൂ. 5 പീസ് കൂടെ എടുത്ത് ഡൈവേയുടെ ക്രോസ് വയർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നത് മുഴുവനും ഇത് 100 മറ്റേ ആദ്യമേ ഉള്ള ബോക്സിനകത്തുള്ള ടൈപ്പ് സാധനം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2 മോഡൽ റോഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി പറയാം. ലുക്കാനയുടെ
നാനോ സ്പിന്ന്, ലാവാ സ്പിൻ എന്ന് പറയുന്ന അതേ മോഡലിലെ സാധനം. ഇതെന്ന് പറഞ്ഞാൽ ജാവാ സ്പിൻ എന്ന് പറയുന്നത് സെയിം സാധനം, സെയിം ബ്ലാങ്ക്, പേര് മാത്രം വ്യത്യാസം. ലുക്കാന ബ്രാൻഡ് ചെയ്യുന്ന സാധനമല്ല, ഇത് ഫിഷർ കിങ് ബ്രാൻഡ് ചെയ്യുന്ന സാധനം. നല്ല സാധനം കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കടയിൽ നേരത്തെ എടുത്ത സാധനം ഇരിപ്പുണ്ട്. നല്ല റോഡ്. നമുക്കൊരു 2500-3000 രൂപയ്ക്കകത്തൊക്കെ വെക്കുന്ന എന്താ ഇത് കോംബോയ്ക്കകത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനം. 7 ഫീറ്റ് വരുന്ന നല്ല അടിപൊളി ഫിനിഷിംഗ് ഉള്ള നല്ല അടിപൊളി റോഡ് ഉണ്ടോ. പേര് മാത്രം ചെറിയൊരു വ്യത്യാസം. നാമോ സ്പിൻ. മറ്റേതിൻ്റെ നാനോ സ്പിൻ എന്നാണ് ലുക്കാന ബ്രാൻഡ് ചെയ്ത് വരുന്നത്. ഇത് നാമോ സ്പിൻ എന്ന് പറയുന്നത് പേരിലാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് ഓൾമോസ്റ്റ് റോഡുകളായിരുന്നു മുഴുവനും. നമുക്കിപ്പോൾ സീസറിൻ്റെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കാസ്റ്റെക്സ് മാത്രമാണ് സീസറിൻ്റെ റോഡ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ സീസറിൻ്റെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററും റിപ്പീറ്ററും ഈ 2 റോഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. റിപ്പീറ്ററൊക്കെ കിഴക്കാച്ചി സാധനമാണ്. റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫ്യൂജിയുടെ ഗെയറൊക്കെ വരുന്ന നല്ല അടിപൊളി സെറ്റാണ്. അപ്പം ഇത്രയും സാധനം റോഡുകളാണ്. എന്തോ ഭാഗ്യത്തിന് റോഡുകളൊന്നും വലിയ ഡാമേജസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഇനി വന്നു. അപ്പം കാസ്റ്റെക്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാസ്റ്റെക്സ് വേണ്ടവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്താൽ മതി, സാധനം കൊണ്ടുവരാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി 2 ബോക്സുകളാണ്. അതെന്തൊക്കെയാണെന്നും കൂടെ നോക്കട്ടെ. അപ്പോൾ ഇത് നമ്മളങ്ങോട്ട് മാറ്റി വെക്കുക. പോസ് ചെയ്ത് ഇനി നമുക്ക് 2 ബോക്സ് ഉണ്ട്. അതിനകത്ത് വലിയ ബോക്സ് നമ്മൾ പൊട്ടിക്കുകയാണ് കേട്ടോ. വലിയ ബോക്സ് പൊട്ടിക്കുകയാണ്. വലിയ ബോക്സ് പൊട്ടിയപ്പോൾ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ സാൽമിനസ്. സീസറിൻ്റെ സാൽമിനസ് നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. സാൽമിനസ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം എന്തൊക്കെയുണ്ടെന്ന് ഇവിടുത്തെ ഒതുക്കി വെക്കാം. ഇത് പിന്നെ യോലോയുടെ ഒരു റീലാട്ടോ. യോലോയുടെ നമുക്ക് ഈ കുറഞ്ഞ 2000 രൂപ 2500 രൂപ സെറ്റിനകത്ത് ചെയ്യാൻ പറ്റുന്ന യോലോയുടെ ഒരു സ്പിന്നിങ് റീലാണ്. സ്മൂത്ത് റീല്, കുഴപ്പമില്ലാത്ത സാധനം. അപ്പോൾ അതേലെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഈ കൊറിയർ വരുമ്പോൾ നമുക്ക് കുറേ വിഷയങ്ങളുണ്ട്. ബോക്സൊക്കെ ഇതേപോലെ ബ്രോക്കൺ ആയി പോകും. യോളോയുടെ കുറച്ച് റീലുകൾ ഉണ്ട്. പിന്നെ സാൽമിനസ് 2 സാൽമിനസ്. പിന്നെ ഇത് പി സീരീസ് കമാൻഡോ പവർ സീസറിൻ്റെ തന്നെയാണ് കേട്ടോ. ഞാൻ വീഡിയോയുടെ ഏറ്റവും അവസാന സീസറിൽ നമ്മുടെ ഇരിക്കുന്ന അവൈലബിൾ എല്ലാം കാണിച്ചു തരാം. സീസറിൻ്റെ കമാൻഡോ പവർ. അപ്പം ഇതൊക്കെ എത്ര ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാ ബോക്സും പൊട്ടിച്ചാലേ അറിയത്തുള്ളൂ. 3. പിന്നെ ഇത് പുതിയ മോഡലാണെന്നാണ് എൻ്റെ വിശ്വാസം. സീസറിൻ്റെ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. യെസ്, അത് തന്നെ. ഇത് സീസറിൻ്റെ പുതിയ മോഡൽ റീലാണ്. വോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ റീലാണ്. ഇത് വലിയ റേറ്റില്ല കേട്ടോ. ഇത് 2000 രൂപയ്ക്ക് താഴെ വരുന്ന റേറ്റേ വരുന്നുള്ളൂ. ഡ്രാഗൾക്കറൊക്കെ ഉള്ള ഡ്രാഗൾക്കറൊക്കെ എന്നാ സൗണ്ടാണ്. നല്ല ഒരു റീലാണ്. അപ്പം അത് നമുക്ക് അത്യാവശ്യം സാധനം വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് ഇടയ്ക്ക് നോക്കി പെറുക്കി വെക്കുമ്പോഴേ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് അറിയത്തുള്ളൂ. 1, 2, 3, 4. മെഗാക്കൂട. അടുത്ത ആൾക്കാർ കുറേ നാളായിട്ട് എൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഈ സാധനം ഉണ്ടോ മെഗാക്കൂട വന്നിട്ടുണ്ട്. മെഗാക്കൂട നല്ല അടിപൊളി റീല് ഫോർ സാൾട്ട് വാട്ടർ ഫിഷിംഗ്. മെറ്റൽ ബോഡി, അതേപോലെ നല്ല വൈഡ് ഹാൻഡിൽ, നല്ല ഗിയർ റേഷ്യോ വരുന്ന ഒരു മോഡലാണ്. അപ്പം മെഗാക്കൂട നമുക്ക് വീണ്ടും സ്റ്റോക്കിൽ കയറി. മെഗാക്കൂട 1, 2, 3, 4. മെഗാക്കൂട അത് കഴിഞ്ഞ് മെർക്കുറി. സീസറിൻ്റെ അടുത്ത മോഡലാണ് മെർക്കുറി. ഇതൊക്കെ എന്ന് പറയാൻ നല്ല ഇടിവെട്ട് സാധനം, നല്ല അടിപൊളി റീലാണ്. ഞാൻ ഒരുപാട് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ ഞാൻ വീഡിയോയ്ക്കകത്ത് പറയാം, ഈ സാധനങ്ങളെല്ലാം റേറ്റ് കേരളത്തിലെ പല കടയിലും പല റേറ്റാണ്. നമുക്ക് അതിനകത്തൊന്നും ഒരു ടെൻഷനും ഇല്ല. നമ്മുടെ കടയിൽ കറക്റ്റ് നമുക്ക് കൊടുക്കേണ്ട റേറ്റ് നമ്മൾ കൊടുക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോർത്ത് അപ്ഡേഷൻ ആയതുകൊണ്ട് കേരളത്തിൽ ഇതിൻ്റെ റേറ്റിനൊന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം ഇത് മെർക്കുറി
മെർക്കുറി. ഈ മെർക്കുറിയുടെ ബോക്സ് പൊട്ടിപ്പോയി. മെർക്കുറി, യോലോ. ഓഹോ, അത് കഴിഞ്ഞിട്ട് കാസ്റ്റെക്സ്. ഇതിനകത്ത് 2 കാസ്റ്റെക്സ് വന്നിട്ടുണ്ട്. കാസ്റ്റെക്സ് 2 ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ സീസറിൻ്റെ ഇതേതാ, അത് മറ്റേ ബോക്സ് അല്ല, അത് പിന്നെയും വന്നിട്ടുണ്ട്. അതത്രയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ബൈറ്റ് കാസ്റ്റ് ക്യാമറ എന്ന് പറയുന്ന ഒരു മോഡല്. ഇതാണോ ക്യാമറ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബൈറ്റ് കാസ്റ്റ് റീലാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോമാക്സിൻ്റെ ലുക്കുള്ള റീലാണ്. ഇത് പ്രോമാക്സിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ്. സോറി ഗൈസ്, ഇത് പ്രോമാക്സിൻ്റെ ഫസ്റ്റ് കോപ്പി സാധനമാണ്. ഞാനത് ആക്ച്വലി ശരിക്കും നോക്കിയില്ല. അപ്പം സാധനം അത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ എടുത്ത ബോക്സ് വേറെ ആയിരുന്നു. പ്രോമാക്സിൻ്റെ ഫസ്റ്റ് കോപ്പി സാധനം വന്നിട്ടുണ്ട്. ഐഡിയ ഇട്ട് സാധനം കേട്ടോ. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പ്രോമാക്സും ബ്ലാക്ക് മാക്സും ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കോപ്പി. ഇത് ക്യാമറ. ആക്ച്വലി ഞാൻ ഇതാണ് പറഞ്ഞത് കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന റീലാണെന്ന്. ഇതും ഏകദേശം അതേ ടെക്സ്റ്ററിൽ വരുന്ന ഒരു റീലാണ്. കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന റീലാണ്. ലിസാർഡിൻ്റെ റീലാണ്. നല്ല റീലാണ്. അപ്പം ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. പെട്ടെന്ന് തീർക്കുന്ന അടുത്ത ബോക്സോടെ ചെയ്യണം. അതിൻ്റെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. എനിവേ പ്രോമാക്സിൻ്റെ കോപ്പി ലെഫ്റ്റും റൈറ്റും നമുക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. പ്രോമാക്സിൻ്റെ കോപ്പി നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. കാര്യം ഇത് നല്ല അടിപൊളി സാധനമാണ്. ഒറിജിനൽ പ്രോമാക്സ് എങ്ങനെയാണോ അതേ പെർഫോമൻസ് തരുന്ന അടിപൊളി റീലാണ്. അപ്പം ഈ ബോക്സിനകത്ത് എല്ലാം ക്യാമറയും പ്രോമാക്സിൻ്റെ കോപ്പിയാണ്. ബാക്കിയുള്ള റീലുകൾ ഇത്. ഇനി ഒരു ബോക്സോടെ പൊട്ടിക്കാനുണ്ട്, അതും പൊട്ടിക്കാം. ഓക്കെ, കട്ട് ചെയ്തു. അപ്പം നമ്മുടെ ലാസ്റ്റ് ബോക്സ് എടുക്കുവാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ബോക്സാണ്. ഇതിനകത്ത് ഇനി എന്തൊക്കെയുണ്ടെന്ന് ഇതുകൂടെ പൊട്ടിക്കുമ്പം നമ്മുടെ പരിപാടി തീരുക. പിന്നെ ഇതെല്ലാം പെറുക്കി അടുക്കി വെക്കുന്നതാണ് പിന്നത്തെ ചടങ്ങ്. അപ്പം ഇതെല്ലാം മേ ബി സ്പിന്നിങ് റീലുകളാണ് കേട്ടോ. ഇതെല്ലാം സ്പിന്നിങ്ങിൻ്റെ റീലുകളാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ സ്പിന്നിങ്ങിന് പറ്റിയ കുറച്ച് നല്ല പവർ ഹാൻഡിലൊക്കെ വരുന്ന നല്ല റീലുകളാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റൊക്കെ നോക്കണം, എനിക്കറിയത്തില്ല ആക്ച്വലി. നമുക്ക് അപ്ഡേഷൻ വന്നപ്പം ഇപ്പോൾ പൊട്ടിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി നോക്കിയിട്ട് വേണം റേറ്റ് പറയാൻ. അപ്പം ആ റീലുകൾ കുറച്ച് കാണിച്ചു തരാം. ഇതേതാ, ഇത് വേറെ ഒരു മോഡലാണ്. പണ്ടത്തെ ഗൾഫ് മോഡലിൻ്റെയൊക്കെ ഒരു ഇതാണ്. പക്ഷേ ഇത് ഫിഷർ കിങ്ങിൻ്റെ ബ്രാൻഡിലാണ് സാധനം നിൽക്കുന്നത്. അപ്പം എനിവേ സംഭവം വലിയ കുഴപ്പമില്ലാത്ത റീലുകളാണ്. പിന്നെ ഇത് നമ്മൾ കുറച്ച് മുമ്പ് പൊട്ടിച്ച യോലോടെ റീല്. പിന്നെ ഇത് 10,000 സീരീസ് സാൾട്ട് വാട്ടറിൽ കളിക്കുന്ന മിഷനാണ്. ഇത് നല്ല മിഷനാണ്. പക്ഷേ ഇതിപ്പം സ്റ്റോക്ക് കാണത്തില്ല കേട്ടോ. ഇത് ഓൾറെഡി വരുന്നതിന് മുമ്പേ ബുക്കിംഗ് ആണ്. അപ്പം എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ച് നോക്കിയാൽ മതി. ഇത് 10,000 സീരീസ് എനിക്ക് ഇത് ബുക്കിംഗ് ആണ്, ഓൾറെഡി ബുക്കിംഗ് ആണ്. കാരണം ഇന്ന് രാവിലെ കൂടെ ഒരാളെന്നെ വിളിച്ച് ചോദിച്ചിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ ആദ്യമേ പൊട്ടിച്ചത്. പിന്നെ അടിപൊളി ഒരു ബോക്സിൽ വെറൈറ്റി ആയിട്ട് ഒരു സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഈ നോർത്തിലൊക്കെ ഉള്ള ആൾക്കാരുടെ വീഡിയോസിനകത്തുണ്ട്. ഇതെന്ന് പറയുന്നത് റെപ്പാലയുടെ കൂട്ടിരിക്കുന്ന ഒരു റീലാണ്. റെപ്പാലയുടെ റീൽ ഇതുപോലെ നല്ല റീൽ കേട്ടോ. നല്ല കറക്കം തന്നെ ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു ചെറിയ റേറ്റേ വരത്തുള്ളൂ. മേ ബി ഒരു 1,200-നകത്തുള്ള റേറ്റേ വരാൻ ചാൻസ് ഉള്ളൂ. എനിക്കിപ്പോൾ അത് കറക്റ്റ് അറിയത്തില്ല, നോക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും 1,200-നകത്ത് 1,500 ഒന്നും ആകത്തില്ല. അതിനകത്തുള്ള റേറ്റേ വരത്തുള്ളൂ. ചെറിയ റേറ്റ് ഇല്ല. ഞാൻ ചെറിയ റേറ്റിനുള്ള മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതേലത്തെ കുറച്ച് റീലുകൾ വന്ന് കയറിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു റീൽ ഏതാ, ഇത് പുതിയ വേറെ മോഡലാണ്.
ഇത് നല്ല ഇടിവെട്ട റീല. ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസ് 2000 സൈസൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 5000 വരുന്നത്. ഇത് നല്ല അടിപൊളി റീല കേട്ടോ, നല്ല സ്മൂത്ത് റീലാണ്. കുറഞ്ഞ റേറ്റിൽ തരാൻ പറ്റുന്ന റീല, ഒരു 1200 തരാൻ പറ്റുന്ന റീല. അത് കഴിഞ്ഞ് പിന്നുള്ള മോഡല് ഇത് നമ്മൾ കാണിച്ചായിരുന്നു. ഇത് ഇപ്പം മോഡല് ഇത്. പിന്നെ വേറെ എക്സ്ട്രാ മോഡൽസ് ഒന്നും ഇല്ല. 10,000 2 റീൽ ഇതുണ്ട്. അത് പക്ഷേ ഓൾറെഡി ഇതുള്ളതാണ്. ഈ ഇരിക്കുന്ന ഇത്രയും മോഡലുകളാണ് ഇതിനകത്ത് നിറച്ചു ഇരിക്കുന്നത്. അപ്പം നമ്മളപ്പം വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യുവാണ്. പക്ഷെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കട്ടിങ് ഇടാം. നമ്മുടെ കയ്യിൽ സീസറിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടെന്ന് സീസർ മാത്രം ഞാൻ പെറുക്കി വെച്ചിട്ട് ഒരു കട്ടിങ് വീഡിയോ ഇതിൻ്റെ തൊട്ട് താഴെ ഇടുന്നുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടേരെ. ഓക്കെ ഫ്രണ്ട്സ്, ദെൻ ഇതാണ് നമുക്ക് സീസറിൻ്റെ വന്നേക്കുന്ന ഐറ്റംസ്. ടോട്ടൽ മോഡൽസ് ഉണ്ട്. M500, M800, പിന്നെ അത് കഴിഞ്ഞിട്ട് വോൾടെക്സ് എന്ന് പറയുന്ന പുതിയൊരു മോഡൽ. അത് കഴിഞ്ഞിട്ട് മെർക്കുറി, കാസ്റ്റ് എക്സ് ഇസഡ്, കമാൻഡോ പവർ, സാൽമിനസ്, മെഗാക്കൂഡ. ടോട്ടൽ റീലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് റോഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ 1 സീസറിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ, ഇത് നമുക്ക് നേരത്തെ ലോഡിനകത്ത് ഇരുന്നതാണ്. അതേപോലെ തന്നെ റിപ്പീറ്റർ ഇത് നല്ല ഇതുണ്ടോ, നല്ല ഇടിവെട്ട് സാധനം. ഇത് ബോഡി അടിക്കുന്ന സൗണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു റോഡ്. അത് കഴിഞ്ഞിട്ട് കാസ്റ്റ് എക്സിൻ്റെ റോഡ്. സീസണിൻ്റെ തന്നെ 3 റോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റോഡ് കേട്ടോ നല്ല അടിപൊളി ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല സ്റ്റൈല് റോഡാണ്. നല്ല ഒരു വിലക്കുറവുമാണ്. പിന്നെ വരുന്നത് സീസണിൻ്റെ 2 ബ്രൈഡുകൾ. ഇത് പക്ഷേ ചെറിയ ക്വാണ്ടിറ്റിയുള്ളൂ. കാരണം ഇത് രണ്ടും അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കാണണം. അപ്പോൾ നമുക്ക് ഇത്രയും ഉള്ള പീസ് കുറയ്ക്ക് അവർ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എനിവേ വേണ്ടവർ പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. സാധനങ്ങളെല്ലാം അവൈലബിൾ. ഓക്കെ, താങ്ക് യു.